24 ടൈം മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് Paytm FastTagനെ പറ്റിയാണ്. നമുക്ക് എങ്ങനെ Paytm FastTag ഉപയോഗിക്കാനതിനെ പറ്റി നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഈ FastTag എടുത്തിരിക്കുന്നത് Paytmലൂടെയാണ്. ഇത് ബാങ്കിലും മറ്റു ചില ആപ്പുകളിലും ലഭ്യമാണ്. ഏകദേശം Paytmലൂടെ ബുക്ക് ചെയ്താൽ ഒരാഴ്ച സമയമെടുക്കും Paytm FastTag നമ്മുടെ വീട്ടിൽ എത്തിച്ചേരാൻ. നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതായത് ഇതിൻ്റെ ബില്ലാണ്, FastTagൻ്റെ ബില്ല്. ഇതിനകത്ത് 100 രൂപ FastTagൻ്റെ ചാർജും 150 രൂപ നമുക്ക് റീചാർജ് ചെയ്യാനുള്ള എമൗണ്ട് ആയിട്ടും സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് 750 രൂപയാണ് വന്നേക്കുന്നത്. എല്ലാം ടോട്ടലി 500 രൂപ. അത് 150 രൂപ നമുക്ക് ടോൾ പ്ലാസിൽ നമുക്ക് ഉപയോഗിക്കാം. ടോൾ പ്ലാസിൽ പ്രത്യേകം FastTag ലൈനുണ്ട്. നമുക്ക് ഈ കവറിൽ നിന്ന് അടുത്തതായി FastTag നമുക്ക് നോക്കാം. ഇതാണ് Paytm FastTag. FastTag എന്ന് വെച്ചാൽ ഒരു RFID ടാഗാണ്. ഇത് നമുക്ക് ഓരോ വണ്ടിക്കും FastTag നിർബന്ധമാണ്. ഓരോ വണ്ടിക്കും പ്രത്യേകം FastTag ഉണ്ട്. അല്ലാതെ ഒരു വണ്ടിയുടെ FastTag എടുത്ത് മറ്റൊരു വണ്ടിയിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാറ്, ജീപ്പ്, ലോറി, ട്രക്ക് അങ്ങനെ ഓരോന്നിനും ബസ് ഓരോന്നിനും ഓരോ FastTag ഉപയോഗിക്കേണ്ടത്. ഓരോ കാറ്റഗറി വരുന്നതാണ്. ഓരോന്നിനും ഓരോ എമൗണ്ടാണ് വരുന്നത്. അത് Paytmൽ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് FastTag ഒന്ന് കവറൊന്ന് ഓപ്പൺ ചെയ്യാം. ഇതൊരു സ്റ്റിക്കറാണ്. ഇത് നമ്മൾ അകത്തുനിന്ന് ഒട്ടിക്കണം. FastTag ഓട്ടോമാറ്റിക്കായിട്ട് റീഡ് ചെയ്യാനുള്ള സംവിധാനം കേരളത്തിൽ നിലവിൽ വന്നിട്ടില്ല. ഇപ്പോൾ പാലിക്കരയും കുമ്പളം ടോൾ പ്ലാസയിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ചെറിയ ഡിവൈസ് വെച്ച് സ്കാൻ ചെയ്തിട്ട് അത് പേയ്മെൻറ്റ് അവിടെ സെറ്റിൽ ചെയ്ത് വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് സെറ്റിൽ ചെയ്തിട്ടാണ് പോകുന്നത്. നമുക്ക് FastTag എങ്ങനെ ഒട്ടിക്കാമെന്ന് നോക്കാം. അത് നമുക്ക് FastTag ഒന്ന് ഇളക്കാം. നമുക്ക് FastTag സ്റ്റിക്കറിൽ നിന്ന് ഇളക്കാം. ഇതാണ് FastTag. ഒരു സിൽവർ കോട്ടിങ് ഉണ്ട്. ഇതാണ് RFID ടാഗ്. ഈ സിൽവർ കോട്ടിങ്ങിലാണ് നമ്മുടെ വണ്ടിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും പേയ്മെൻറ്റ് ഡീറ്റെയിൽസൊക്കെ റീഡ് ചെയ്ത് വെച്ചേക്കുന്നത്.